നമസ്കാരം. ആഭ്യന്തരമന്ത്രി അമിത്ഷാ എവിടെ? പ്രധാനമന്ത്രി എന്തു ചെയ്യുന്നു? രാജ്യം ഉറ്റുനോക്കുന്ന പാർലമെന്റ് നടപടികൾക്കിടയിൽ പോലും ഇരുവരെയും എവിടെയും കണ്ടില്ല. എന്നാലോ നരേന്ദ്രമോദി പാതിരാത്രി ഇൻസ്റ്റഗ്രാമിൽ വീഡിയോ ഇടുന്നുണ്ട്. എന്നാൽ ആഭ്യന്തരമന്ത്രിയോ? ഡൽഹിയിലെ ജന്തർ മന്ദിറിൽ വിദ്യാർത്ഥികൾക്കെതിരായ പോലീസ് നടപടിക്ക് പിന്നാലെ രാജ്യത്തിൻ്റെ രാഷ്ട്രീയ ചർച്ചകളിൽ ഏറ്റവും കൂടുതൽ ഉയർന്ന ചോദ്യം അതാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും എവിടെ എന്ന ചോദ്യം. എന്താണ് നിലവിലെ സ്ഥിതി എന്ന് വിശദമായി നമുക്ക് പരിശോധിക്കാം. വർഷകാല സമ്മേളനം ആരംഭിച്ച ജൂലൈ 20-ന് പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും സഭയിൽ എത്തിയിരുന്നു. അതേ ദിവസമാണ് ജന്തർ മന്ദിറിൽ വിദ്യാർത്ഥികൾക്ക് നേരെ പോലീസിൻ്റെ കടുത്ത നടപടി ഉണ്ടായത്. ലോക്സഭയിൽ വെള്ളിയാഴ്ച ജനനമരണ രജിസ്ട്രേഷൻ ഭേദഗതി ബിൽ പാസാക്കിയ ഘട്ടത്തിലും അമിത്ഷാ എത്താത്തത് BJP എത്തിയ കുഴയ്ക്കുന്ന രാഷ്ട്രീയ പ്രതിസന്ധിയെ ആണ് വ്യക്തമാക്കുന്നത്. വർഷകാല സമ്മേളനത്തിൻ്റെ ആദ്യ ദിവസം ലോക്സഭയിൽ ആ ബിൽ അവതരിപ്പിച്ചത് ആരാണ്? അമിത്ഷായാണ്. എന്നാൽ അത് പാസാക്കുന്ന ഘട്ടത്തിൽ, അതായത് വെള്ളിയാഴ്ച, സഭയെ അഭിസംബോധന ചെയ്ത് മറുപടി പ്രസംഗം നടത്താൻ അതേ മന്ത്രി എത്തിയില്ല. പകരം ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ റായിയാണ് ഏർപ്പെടുത്തിയത്. പ്രതിപക്ഷം ആഭ്യന്തരമന്ത്രിയുടെ പ്രതികരണം ആവശ്യപ്പെട്ട് പ്രതിഷേധ ശബ്ദം ഇരുസഭകളിലും ഉയർത്തി. പക്ഷേ പ്രധാനമന്ത്രിയും വന്നില്ല, ആഭ്യന്തരമന്ത്രിയും വന്നില്ല. മറ്റേ ജ്യോതിയും വെളിച്ചവും വന്നില്ല എന്ന് പറഞ്ഞ പോലെ അത് കഴിഞ്ഞാണ് പാതിരാത്രി കുട്ടികൾ വഴിതെറ്റുന്നത് തടയേണ്ടതിൻ്റെ ആവശ്യകത ബോധ്യപ്പെടുത്തി നരേന്ദ്രമോദി ഇൻസ്റ്റഗ്രാമിൽ വീഡിയോ ഇട്ടത്. ജന്തർ മന്ദിറിൽ ആരാണ് വഴിതെറ്റിയത്? കുട്ടികളാണോ അതോ മോദിയുടെയും ഷായുടെയും പോലീസാണോ? വിദ്യാർത്ഥികൾക്ക് ഒപ്പമാണ് എന്ന് പറഞ്ഞ് CJPയുടെ സമരം അവസാനിപ്പിക്കാൻ തേരാപ്പാര നടന്ന് JP നദ്ദ നടത്തിയ പരിപാടികളിൽ ഒടുവിൽ കേന്ദ്ര സർക്കാരിന് വേണ്ടി ഉറപ്പുകൾ നൽകി പിരിഞ്ഞുപോയിട്ട് കടുത്ത പോലീസ് നടപടികൾ പിന്നെയും തുടരുകയായിരുന്നു. ഓരോന്നിനും കോടതിയിൽ തിരിച്ചടി നേരിട്ടുകൊണ്ടിരുന്നു. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു 2017 നടന്ന മറ്റൊരു വിദ്യാർത്ഥി സമരത്തിൻ്റെ പേരിൽ ഇപ്പോൾ അറസ്റ്റ് ചെയ്യാൻ ഐഷി ഘോഷിനെ തേടി പോലീസ് പോയത്. ഒടുവിൽ കോടതി ജാമ്യം നൽകിയതോടെ ആ അധ്യായം അടഞ്ഞു. CJP വീണ്ടും സമരത്തിനിറങ്ങുമെന്നും പ്രഖ്യാപിച്ച് അങ്ങനെ നിൽക്കുമ്പോഴാണ് പ്രധാനമന്ത്രിക്കെതിരായി ഉണ്ടായ അധിക്ഷേപ പരാമർശങ്ങളെ മാത്രം മുൻനിർത്തി ഞാനിതാ നിങ്ങളോട് ക്ഷമിച്ചിരിക്കുന്നു എന്ന പ്രധാനമന്ത്രിയുടെ പ്രഖ്യാപനം ഇൻസ്റ്റഗ്രാമിൽ വന്നത്. എല്ലാവരും ജന്തർ മന്ദിറിൽ ചിലർ അങ്ങനെ മോശം ഭാഷ ഉപയോഗിച്ചു എന്നതിൽ പ്രധാനമന്ത്രിക്ക് അങ്ങനെ പറയാം, മാപ്പ് കൊടുക്കാം, നല്ലത് തന്നെ. എന്നാൽ എന്താണ് യഥാർത്ഥത്തിൽ നടന്നത്? പ്രധാനമന്ത്രിയുടെ മാപ്പ് ചോദിച്ച് നടക്കുമ്പോഴാണ് ഈ പരിപാടി. അതിനുശേഷം എങ്ങനെയാണ് സമരം ചെയ്തവരോട് സർക്കാർ പെരുമാറിയത് എന്നുകൂടി പ്രധാനമന്ത്രി പറയണ്ടേ? തലതല്ലി പൊളിക്കാൻ വടിയെടുത്തവർ, പെല്ലറ്റ് ഗണ്ണുമായി പൂണ്ട് വിളയാടിയവർ, വിദ്യാർത്ഥിനികളുടെ ശരീരത്തിൽ മോശമായി കൈവച്ചവർ, ഇവരെല്ലാം പോലീസുകാരായിരുന്നു. അടിച്ചു തലപൊട്ടിക്കാൻ അവരോട് ആരാണ് പറഞ്ഞത്? അവരോട് ആരാണ് മാപ്പ് പറയുക? എന്തായാലും ഈ ചോദ്യങ്ങൾ നാടുനീളെ ഉയരുന്നുണ്ട്. ആ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാതെ ഒരു ഇൻസ്റ്റഗ്രാം വീഡിയോ കൊണ്ട് പരിഹാരം ഉണ്ടാക്കാനാണ് പ്രധാനമന്ത്രിയുടെ ശ്രമം. ഈ ചോദ്യങ്ങൾ ഉയർന്നെടുത്ത് പ്രധാനമന്ത്രി വന്നതുമില്ല. പാർലമെന്റിലോ ലോക്സഭയിലോ രാജ്യസഭയിലോ ഒന്നും അമിത്ഷായെ ഇൻസ്റ്റഗ്രാമിൽ പോലും കാണാനില്ല എന്നതാണ് മറ്റൊരു വൈചിത്രം. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ആരംഭിച്ച ജൂലൈ 20-ന് ഇവരും സഭയിൽ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞല്ലോ. അതേ ദിവസമാണ് ജന്തർ മന്ദിറിൽ വിദ്യാർത്ഥികൾക്കെതിരായ പോലീസ് നടപടി. എന്നാൽ അതിനുശേഷമുള്ള ദിവസങ്ങളിൽ പാർലമെന്റിന്റെ ഇരുസഭകളിലും രണ്ടുപേരെയും കണ്ടില്ല. പൊതുരാഷ്ട്രീയ വേദികളിലും വലിയ പ്രതികരണങ്ങളുമായി അവർ എത്തിയില്ല. ഇതോടെ പ്രതിപക്ഷം മാത്രമല്ല, രാഷ്ട്രീയ നിരീക്ഷകരും വിലയിരുത്തുന്ന മറ്റൊരു കാര്യമുണ്ട്. BJP നേതൃത്വം നേരിടുന്ന കടുത്ത പ്രതിസന്ധിയാണ് അത്. ഇതോടെ പ്രതിപക്ഷം മാത്രമല്ല, രാഷ്ട്രീയ നിരീക്ഷകരും വിലയിരുത്തുന്നത് BJP നേതൃത്വം കടുത്ത പ്രതിസന്ധിയെ, ആഭ്യന്തര പ്രതിസന്ധി അടക്കം നേരിടുകയാണ് എന്നാണ്. എന്തുകൊണ്ടാണ് ആഭ്യന്തരമന്ത്രിയെ പ്രതിപക്ഷം സഭയിൽ വരണം എന്നാവശ്യപ്പെടുന്നത്? പാർലമെന്ററി ജനാധിപത്യത്തിൽ ആഭ്യന്തര സുരക്ഷയുമായി ബന്ധപ്പെട്ട ഗുരുതര സംഭവങ്ങളുണ്ടായാൽ ആഭ്യന്തരമന്ത്രി സഭയിൽ വിശദീകരണം നൽകുക എന്നത് സാധാരണ രാഷ്ട്രീയ നടപടി മാത്രമാണ്. നിയമപരമായി നിർബന്ധമല്ലെങ്കിലും പാർലമെന്ററി ഉത്തരവാദിത്തത്തിൻ്റെ ഭാഗമാണ് അത്. നേരത്തെ എത്രയോ നാളുകളിൽ എത്രയോ സംഭവങ്ങളിൽ നമ്മളത് കണ്ടു. എത്ര ആഭ്യന്തരമന്ത്രിമാരെ അങ്ങനെ കണ്ടു. ഇന്ത്യ ആകെ ചർച്ച ചെയ്യപ്പെട്ട ഒരു പോലീസ് വേട്ടയുണ്ടായിട്ട് ആ പോലീസിൻ്റെ തലവൻ ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇതുവരെ സഭയിലെത്തിയിട്ടില്ല. മൂപ്പരെ കാണാനുമില്ല, പൊതുവേദിയിൽ പോലും മാത്രമല്ല പാർലമെന്റിലും. ജന്തർ മന്ദിറിലെ പോലീസ് നടപടിക്ക് ശേഷം പ്രതിപക്ഷത്തിൻ്റെ ആവശ്യങ്ങൾ നമുക്ക് മുന്നിൽ വ്യക്തമായി ഉണ്ട്. 1. പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും സഭയിൽ എത്തണം. 2. വിദ്യാർത്ഥികൾക്കെതിരായ പോലീസ് നടപടിയെക്കുറിച്ച് വിശദീകരിക്കണം, സർക്കാരിൻ്റെ നിലപാട് വ്യക്തമാക്കണം. 3. നടപടിയിൽ അതിക്രമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഉത്തരവാദിത്തം ഏറ്റെടുക്കണം, അതായത് മാപ്പ് പറയണം. ഈ ആവശ്യങ്ങളാണ് തുടർച്ചയായി ലോക്സഭയിലും രാജ്യസഭയിലും മുഴങ്ങുന്നത്. സഭയിൽ ജന്തർ മന്ദിർ സമരത്തിന് ശേഷം വരാതിരിക്കുന്നത് രാഷ്ട്രീയമായ ഒരു തന്ത്രമാണ് എന്ന് വ്യക്തമാണ്. വർഷകാല സമ്മേളനത്തിൻ്റെ ആദ്യ ദിവസം ലോക്സഭയിൽ എത്തിയ മന്ത്രിയാണ് ആഭ്യന്തരമന്ത്രി. നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, ജനനമരണ രജിസ്ട്രേഷൻ്റെ അവതരണം, നിയമ ഭേദഗതിയുടെ
അവതരണം. പിന്നീട് ഈ വെള്ളിയാഴ്ചയും അദ്ദേഹത്തിന് അതിൻ്റെ മറുപടി പറയാനുള്ള അവസരത്തിൽ വന്നിട്ടും ഇല്ല. അതിന് പകരം ആളെ അയച്ചു, ആഭ്യന്തര സഹമന്ത്രിയെ. ഇതിനെ പ്രതിപക്ഷം രാഷ്ട്രീയ വിഷയവുമാക്കി. ബിൽ അവതരിപ്പിച്ച മന്ത്രി തന്നെ എന്തുകൊണ്ട് സമാപന ചർച്ചയിലില്ല എന്നുള്ളത്. പ്രത്യേകിച്ച് ജന്തർ മന്ദിർ സംഭവത്തിന് ശേഷം ഉയർന്ന വിമർശനങ്ങളുടെ പശ്ചാത്തലം പ്രധാനമാണ്. അതിൻ്റെ കൂടി ശേഷം വരാത്ത സാഹചര്യം, അത് അവരുടെ അഭാവം, അതാണ് ശ്രദ്ധിക്കപ്പെടുന്നത്. പ്രതിപക്ഷത്തിൻ്റെ ഭാഷയിൽ ഒളിച്ചോട്ടം. സർക്കാരിൻ്റെ വിമർശകർ പറയുന്നത് ജന്തർ മന്ദിറിലെ സംഭവങ്ങളെക്കുറിച്ചുള്ള നേരിട്ടുള്ള രാഷ്ട്രീയ ഏറ്റുമുട്ടൽ ഒഴിവാക്കാനാണ് മോദിയും ഷായും ശ്രമിക്കുന്നത് എന്നാണ്. പാർലമെൻറ്റിൽ പ്രതിരോധം തീർക്കാൻ ഇറങ്ങിയാൽ പോലീസ് നടപടിയെ സർക്കാരിന് അല്ലെങ്കിൽ ഷായ്ക്ക് ന്യായീകരിക്കേണ്ടി വരും. അതോടെ വീണ്ടും ജനങ്ങൾക്ക് മുന്നിൽ പ്രതിക്കൂട്ടിലാക്കപ്പെടും. ഇതിനെ മറികടക്കാൻ, ഈ സമയത്ത് ഉയരുന്ന പ്രതിപക്ഷ വിമർശനങ്ങളെ മറികടക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അതിനു പകരം ഇപ്പോഴത്തെ വിമർശനങ്ങൾ നേരിടുക, അതങ്ങനെ നടന്നോളുക എന്നുള്ളതാണ് എളുപ്പം എന്നാണ്. ഇനി പാർലമെൻറ്റിൽ എല്ലാ വിഷയങ്ങൾക്കും പ്രധാനമന്ത്രിയോ ആഭ്യന്തരമന്ത്രിയോ തന്നെ മറുപടി പറയണം എന്നില്ല എന്നാണ് BJP ന്യായീകരിക്കുന്ന BJP വാദക്കാർ പറയുന്നത്. അതുകൊണ്ട് സർക്കാരിനെ പ്രതിനിധീകരിക്കാൻ ഈ ഘട്ടത്തിൽ ഉള്ള പ്രതിസന്ധിയെ മറികടക്കാൻ ഉള്ള തന്ത്രമായി അവർ കരുതുന്നു. എന്തായാലും കാര്യങ്ങൾ അത്ര സിമ്പിളല്ല. BJPക്കുള്ളിലെ നിശബ്ദത മറ്റൊരു പ്രധാന പ്രതിസന്ധിയായി നിൽക്കുന്നുണ്ട്. രാഷ്ട്രീയമായി പ്രതിരോധത്തിലായ സാഹചര്യം മാത്രമല്ല, സ്വന്തം പാർട്ടിയിലും ആഭ്യന്തരമായി കുഴഞ്ഞു മറിഞ്ഞിരിക്കുകയാണ് കാര്യങ്ങൾ. നരേന്ദ്രമോദിയും അമിത്ഷായും പാർട്ടിയിലെ പ്രമുഖരുടെയും RSSന്റെ നേതൃത്വത്തിൻ്റെയും പിന്തുണ വിദ്യാർത്ഥി വേട്ടയിൽ അവർക്കില്ല എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ. സർക്കാർ പ്രതിരോധത്തിലാകുമ്പോൾ അതിനെ മറികടക്കാൻ സഹായിക്കേണ്ട വലിയ നേതാക്കളൊക്കെ മൗനത്തിലാണ്. രാജ്നാഥ് സിംഗ്, നിതിൻ ഗഡ്കരി തുടങ്ങിയവരുണ്ട്. നിതിൻ ഗഡ്കരി ആണെങ്കിൽ മറ്റൊരു കുരുക്കിലും പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് പാർട്ടി നേതൃത്വത്തിൻ്റെ പൊതുപ്രതിരോധം ഉണ്ടായില്ല. മുരളി മനോഹർ ജോഷിയൊക്കെ വിദ്യാർത്ഥി സമരത്തിൽ പരസ്യമായി സർക്കാർ RSS എടുത്തതുപോലെ തന്നെ സർക്കാർ പ്രശ്നം പരിഹരിക്കണം എന്ന നിലപാടായിരുന്നു. യോഗി ആദിത്യനാഥിൻ്റെ അടക്കം വിവിധ സംസ്ഥാനങ്ങളിലെ പ്രമുഖ മുഖ്യമന്ത്രിമാരുടെ ഈ വിഷയത്തിലെ ഇടപെടലിൻ്റെ അഭാവം ശ്രദ്ധേയമാണ്. ഇതൊക്കെ BJPയിലെ ആഭ്യന്തര രാഷ്ട്രീയത്തിൻ്റെ കുഴഞ്ഞു മറിഞ്ഞ സാഹചര്യമാണ് വ്യക്തമാക്കുന്നത്. മോദി ഷാ കൂട്ടുകെട്ട് BJPയിൽ ഒറ്റപ്പെടുന്നതിൻ്റെ സൂചനയായിട്ടും പ്രതിപക്ഷം ഇതിനെ കാണുന്നുണ്ട്. അത് രാഷ്ട്രീയമായൊരു നിരീക്ഷണമായി മുന്നിലുണ്ട്. കഴിഞ്ഞ ഒരു ദശാബ്ദമായി BJPയുടെ പ്രധാന രാഷ്ട്രീയ ആയുധങ്ങളിലൊന്ന് ജാതി മതാധിഷ്ഠിതമായ വൈകാരികതയുടെ പ്രതിരോധമാണ്. ദേശീയത, സുരക്ഷ, മതപരമായ വിഷയങ്ങൾ എന്നിവയെ കേന്ദ്രീകരിച്ചുള്ള രാഷ്ട്രീയ പ്രതികരണങ്ങൾ, എതിർപ്പുകളെ നേരിടാൻ, മറികടക്കാൻ അവർ ഉപയോഗിക്കുന്നതാണ്. അത് മിക്കവാറും ഘട്ടങ്ങളിൽ BJPക്ക് നേട്ടമായിട്ടുണ്ട്, വിജയകരമായി അവർ പ്രയോഗിച്ചിട്ടുണ്ട്. എന്നാൽ ജന്തർ മന്ദിർ വിഷയത്തിൽ കാര്യങ്ങൾ വ്യത്യസ്തമായി, തിരിച്ചടിയുണ്ടായി. വിദ്യാർത്ഥി സമരത്തെ ആ മാതൃകയിൽ രാഷ്ട്രീയമായി പ്രതിരോധിക്കാൻ അവർ ശ്രമിച്ചു, പക്ഷെ പരാജയപ്പെട്ടു. പാകിസ്ഥാൻ, വിദേശ ബന്ധം, ഇസ്ലാമിസ്റ്റുകൾ, കമ്മ്യൂണിസ്റ്റുകൾ, രാജ്യദ്രോഹം, ഇതെല്ലാം അവിടെ പയറ്റി, എല്ലാം പാഴായിപ്പോയി. അതിനിടെയാണ് അയോധ്യയിലെ കാണിക്ക കൊള്ളയിൽ BJP കുരുക്കിലാകുന്നതും. ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ധനകാര്യ ക്രമക്കേടുകൾ ഉണ്ടെന്ന പ്രതിപക്ഷ ആരോപണങ്ങളും വീണ്ടും ദേശീയ രാഷ്ട്രീയത്തിൽ സജീവമായി. പപ്പു യാദവിൻ്റെ നേതൃത്വത്തിൽ പാർലമെൻറ്റിൽ നടന്ന പ്രതിഷേധം, രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ നേതാക്കളുടെ സാന്നിധ്യം, ഇതൊക്കെ കഴിഞ്ഞ ദിവസം മുതൽ വീണ്ടും സജീവ ചർച്ചയിലേക്ക് ഈ വിഷയത്തെ കൊണ്ടുവന്നു എന്നുള്ളതാണ്. വിദ്യാർത്ഥി പ്രശ്നം, ചോദ്യപേപ്പർ ചോർച്ച ഒക്കെ ഇതിനോട് ചേർത്ത് വായിക്കുന്നുണ്ട്. പ്രതിപക്ഷത്തിൻ്റെ രാഷ്ട്രീയ നിലപാട് വ്യക്തമാണ്. ജന്തർ മന്ദിർ വിഷയവും അയോധ്യ ആരോപണങ്ങളും ചേർത്ത് BJP പ്രതിരോധത്തിലാക്കുക. സർക്കാരിന് വേണ്ടി ഉത്തരം പറയേണ്ടവർ പാർലമെൻറ്റിൽ പോലും മിണ്ടാതെ നടക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇൻസ്റ്റഗ്രാം ഉൾപ്പെടെയുള്ള സാമൂഹ്യ മാധ്യമങ്ങളിലെ പതിവ് വീഡിയോകളും സന്ദേശങ്ങളുമാണ് പങ്കുവെക്കുന്നത്. അതുവഴി പ്രതിഷേധത്തെയും എതിർപ്പുകളെയും കുറയ്ക്കാനുള്ള ശ്രമം. എന്നാൽ അമിത്ഷായെയോ കാണാനേ ഇല്ല. പാർലമെൻറ്റിൽ ആഭ്യന്തരമന്ത്രി എവിടെ എന്ന ചോദ്യം ആവർത്തിക്കപ്പെടുമ്പോൾ ഈ നിശബ്ദത കൂടുതൽ രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴിവെക്കുകയാണ്. ജന്തർ മന്ദിർ വിവാദം ഒരു വിദ്യാർത്ഥി സമരത്തിൻ്റെ പ്രശ്നം മാത്രമായി ഒതുങ്ങുന്നതല്ല. അത് ഭരണത്തിൻ്റെ ഉത്തരവാദിത്തക്കേട്, പോലീസിൻ്റെ നടപടിയിലെ പ്രശ്നങ്ങൾ, പാർലമെൻ്ററി ഉത്തരവാദിത്തം നിർവഹിക്കാത്തതിൻ്റെ സാഹചര്യം, സർക്കാരിൻ്റെ രാഷ്ട്രീയ ആശയവിനിമയത്തിലെ അഭാവം, ഇതെല്ലാം ചേർത്ത് ചോദ്യം ചെയ്യുന്ന വിഷയമായി മാറിക്കഴിഞ്ഞു. ഇതുവരെ BJPയുടെ ഏറ്റവും വലിയ ശക്തി പ്രതിപക്ഷത്തെ പ്രതിരോധത്തിലാക്കുന്ന രാഷ്ട്രീയമായിരുന്നു. എന്നാൽ കഴിഞ്ഞ 12 വർഷത്തിൽ ആദ്യമായി പ്രതിപക്ഷം ചോദ്യങ്ങൾ നിരന്തരം ചോദിക്കുകയും ഉത്തരമില്ലാതെ മറുപടി പറയേണ്ട BJP സർക്കാർ പ്രതിസന്ധിയിൽ അകപ്പെടുകയും ചെയ്യുന്നു എന്ന വിലയിരുത്തലാണ് പൊതുവെ ഉയരുന്നത്. ഇനി എങ്ങനെയൊക്കെ ഇത് മാറി മറിഞ്ഞു വരുമെന്ന് കാത്തിരുന്ന് കാണാം. നന്ദി, നമസ്കാരം.